ഹലോ, എവിടെയാ? ഞാൻ വീട്ടിലാ. നിങ്ങളാരാ? ഞാനിങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാ. ചേട്ടന്റെ നമ്പർ ഇവിടെ ബാത്റൂമിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തന്നെ? ഉവ്വ. തിരുവനന്തപുരത്ത് ഏത് കുളത്തിൽ നിന്നാണ്? കുളമില്ല, തിരുവനന്തപുരത്ത് കുളമല്ലേ, കായലാണോ? ചേട്ടനോടാ? ഞാൻ തോട്ടിൽ. തോട്ടിൽ എന്നാ എടുക്കുവാ? തോട്ടിൽ നിന്റെ മുക്കിക്കൊല്ലാനുള്ള സ്ഥലം ഉണ്ടാകുന്ന നോക്കുക. ചേട്ടാ, ഞാൻ തിരുവനന്തപുരത്ത് ട്രെയിനിൽ കയറിപ്പോയപ്പോ അവിടത്തെ തൂറാൻ വേണ്ടി കയറിയപ്പോ ബാത്റൂമിൽ എഴുതി വെച്ചിരുന്നു ചേട്ടന്റെ നമ്പര്. ട്രെയിനിൽ തല വെച്ച് അവിടെ ചത്ത് കിടക്കും. ഞാൻ തൂറാൻ പോയപ്പോഴാണ് ചേട്ടാ കട്ടത്. കറക്റ്റ് ഇരുന്ന സമയത്ത് ചേട്ടാ. ആണോ? കയ്യിലൊരു കെട്ടില്ലേ, ആ കെട്ട് മുറിച്ച് അവിടെ വെച്ച് അത് തല്ലിപ്പോയി. എങ്ങനെ മനസ്സിലായി? ഞാൻ നിന്നെ പറ്റിക്കാനേ പറ്റൂലേ. ഹലോ പറഞ്ഞപ്പോഴേ മനസ്സിലായി. ഞാൻ ഡബിങ് ചെയ്തോണ്ടിരിക്കുന്നു, ഡബിങ് പഠിച്ചോണ്ടിരിക്കുന്നു. നീ അതിനിടയ്ക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലാക്കിയ പിന്നെ ഞാൻ അടുത്ത് മോഹൻലാലിനും മമ്മൂട്ടിയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ വേണേ സിവിയെ പിടിച്ച് കാലി പിടിച്ചു. എവിടെ? ഞാൻ വീട്ടില്. എന്തൊരു പരിപാടി? ഞാൻ എന്തായിരിക്കണം, ഇനി പാലായി ഞാൻ പോണം. ആ ഇങ്ങോട്ട് വാടാ, ഒരു 5 മിനിറ്റ് ഇവിടെ വന്നിട്ട് പോ. ബാ അഞ്ഞു വാ. അവിടെ വെളിയിൽ നിന്നോ? ഞാൻ ഇപ്പൊ വരും. വെളിയിലല്ലേ, ഇങ്ങനെ അകത്ത് വാ, വീട്ടിനകത്ത് വാ. ഞാൻ അപ്പൊ പാലായി ഞാൻ പോവാ. അപ്പൊ വരും. അതെ, നീ ഇപ്പൊ വാ. ECG എന്റെ പൈസ ഇല്ലെന്ന്. പൈസ അടക്കണ എന്റെ അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ടിൽ പൈസ ഞാനേ കൈയൊടിഞ്ഞ് കിടക്കണം. ഞാനേ വീട്ടിൽ ലോകപ്പെടുന്നുണ്ടിരിക്കും. എന്നടുത്ത് പൈസ ഉണ്ടാന്ന് വെച്ച് രാവിലെ ഒരുത്തം വിളിച്ച് ചോദിക്കണേ, എന്റെ റീചാർജ് ചെയ്തിരുന്നു, പൈസ ഉണ്ടെങ്കിൽ ഒന്ന് റീചാർജ് ചെയ്തിട്ട്. ഞാൻ ഉറക്കത്തിൽ കിടന്നും കൊണ്ട് പട വെച്ചിട്ട് എന്തെങ്കിലും ഒരു താങ്ങയില്ല. എന്റെ അക്കൗണ്ടിൽ ഇല്ല. ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വന്നപ്പോ കേട്ടെ, എങ്കിൽ അപ്പഴും ഞാൻ ചെയ്തു വിടുവായിരുന്നു. കണ്ടാ, അവന്റെ കയ്യിൽ പൈസ ഇരിക്കണ പോലോ. നീ ഇങ്ങോട്ട് വാടാ, നമുക്ക് ഒരിക്കൽ ലൈവ് പോവാം. ചുമ്മാ വന്നിരുന്ന് ഇവിടെ ഇരുന്നാ മതി. വാടാ, വാ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാ. പറഞ്ഞേ. ആ ശരി.